നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല മനുഷ്യന്മാർ. ഒരു പുസ്തകത്തിൻ്റെ ചെട്ട പോലെയാണ്. ആ ചെട്ട നോക്കിയിട്ട് പുസ്തകം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതൊന്നല്ല മനുഷ്യന്മാർ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചു എന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളിൽ 10% പോലും അയാളെ കൊണ്ട് പറയാൻ കഴിയൂല എന്നാണ്. പറയാൻ കഴിയൂല. ബാക്കിയൊക്കെ അയാളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വായിക്കണം. അയാൾ താഴോട്ട് നോക്കി നിന്ന നിമിഷങ്ങളിൽ നിന്ന് വായിക്കണം. അയാൾ കരഞ്ഞ നിമിഷങ്ങളിൽ നിന്ന് വായിക്കണം. അയാൾ വ്യസനത്തോടെ പുഞ്ചിരിച്ച നിമിഷങ്ങളിൽ നിന്ന് വായിക്കണം. അയാൾ ദേഷ്യപ്പെട്ട നിമിഷങ്ങളിൽ നിന്ന് വായിക്കണം. അതാ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. സാധാരണ നമ്മളോട് നല്ല നിലക്ക് സംസാരിക്കുന്ന ഒരാൾ ഒരു ദിവസം നമ്മളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു എന്ന് വിചാരിച്ചോളൂ. ഭയങ്കര ദേഷ്യം. അയാളോട് ചെന്നിട്ട് എന്താ ഇപ്പം ഇത്ര വലിയ ദേഷ്യം എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ? തോളിലിങ്ങനെ പിടിച്ചിട്ടെ വല്ലാതെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചുവന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനോട് തൊട്ടടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് എന്താ ഇപ്പം ഇത്ര വലിയ സങ്കടം എന്നൊന്ന് ചോദിച്ചു നോക്കുള്ളൂ. അതെന്താണെന്നൊന്നും ഉപരി പറയണമെന്നില്ല. പക്ഷേ കുറച്ചു നേരം നമ്മുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. സങ്കടത്തിന് പുറത്തു വരാനുള്ളൊരു വഴി മാത്രമാണ് എന്ത്? ദേഷ്യം. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെടുന്ന മനുഷ്യന് ഒരു കാരണവും കിട്ടാത്ത ചില സങ്കടങ്ങളുണ്ടാവും. അലം നശ്റഹ് ലക സദ്റക്. എന്താ മനസ്സ് വലുതാകുക എന്ന് പറഞ്ഞാൽ മനസ്സ് വലുതാകുന്നൊന്നുമില്ല. ഈ മനസ്സെന്ന് പറഞ്ഞ സാധനം വലുതാകുന്നേ ഇല്ല. കാരണം മനസ്സെന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഹൃദയമുണ്ട്, തലച്ചോറുണ്ട്. മനസ്സെന്ന് പറഞ്ഞിട്ടൊരു അവയവമൊന്നുമില്ല. മനസ്സെന്ന് പറയുന്നത് ഒരു സിസ്റ്റം എന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഭാരതത്തിലെ പുരാതന ആയുർവേദ ഭിഷഗ്വരന്മാർ, ആയുർവേദത്തിൻ്റെ പിതാവുണ്ട്, അദ്ദേഹമൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്, അതിലുള്ള ഒരു സിസ്റ്റമാണ് മനസ്സെന്നൊക്കെ പറയണം. ഇപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ മനസ്സില്ല. പിന്നെന്താ മനസ്സ് വലുതാകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധി വലുതാവുക എന്നാണ്. ആലോചിച്ച് നോക്കൊണ്ടു. നമ്മുടെ ബുദ്ധി വലുതാവുക എന്നാണ് മനസ്സ് വലുതാവുക പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഭ്രാന്തൊക്കെ ഉള്ള ആളുകളില്ലേ, മാനസിക പ്രയാസമൊക്കെ ഉള്ള ആളുകൾ ആദ്യം എന്താ ചെയ്യുക? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാവരും ഒഴിവാക്കുക ചെയ്യുക. അവർക്ക് ആരും വേണ്ട. എല്ലാവരും ഒഴിവാക്കിയിട്ട് അവർ റൂമിനകത്തിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ പോലും അവർക്ക് വേണ്ട. ബുദ്ധി കുറയുന്നതിൻ്റെ ലക്ഷണമാണ് എന്ത്? ആളുകളെ ഒഴിവാക്കൽ. ഒരാളുടെ ബുദ്ധി വലുതാകുന്നതിൻ്റെ ലക്ഷണമാണ് മനുഷ്യരെ അക്കമഡേറ്റ് ചെയ്യൽ, സ്വീകരിക്കൽ. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദനില്ലേ, അദ്ദേഹം കേരളത്തിൽ വന്നു, കേട്ടിട്ടില്ലേ? കേരളമായിട്ടില്ല, അന്ന് മലബാറാണ്. മലബാറിൽ വന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ മലബാറിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കേരളം ഒരു ഭ്രാന്താലയമാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്ര അപമാനമുള്ള കാര്യമാണ്. ആരാ പറയുന്നത്? ഈ നാട് കണ്ട ഏറ്റവും വലിയ മനുഷ്യരിൽ ഒരാൾ പറഞ്ഞത്, വെരി ഹോം ഇൻ മലബാർ ഈസ് ആൻ അസൈലം എന്നാണ് പറഞ്ഞത്. മലബാറിലുള്ളവർക്കൊക്കെ പിരാന്താണെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? വെറുതെ പറയില്ലല്ലോ, ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് കേൾക്കണം, അപ്പോഴേ മനസ്സിലാവുക അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു എന്ന്. അദ്ദേഹം മദിരാശിയിൽ നിന്ന് നമ്മുടെ ഷൊർണൂരിൽ വന്നിട്ട് വണ്ടി ഇറങ്ങി. ഷൊർണൂരിൽ നിന്ന് വണ്ടി ഇറങ്ങി ഒരാളെ പരിചയപ്പെട്ടു. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഇവിടെ ഉള്ള പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് കൊടുങ്ങല്ലൂരിലെ ദേവീക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. കൊടുങ്ങല്ലൂരിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രം. അപ്പോൾ സ്വാമിക്ക് ആ ദേവീക്ഷേത്രം കാണാനുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഒരു കാളവണ്ടിയിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരിലെത്തി. കൊടുങ്ങല്ലൂരിലെത്തിയിട്ട് ദേവീക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോൾ അവിടെ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജാതി ഏതാണ് എന്ന് പറയണം. ജാതി ഏതാണെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറാൻ സമ്മതിക്കുള്ളൂ. പക്ഷേ സ്വാമി ജാതി പറഞ്ഞില്ല.
പറയൂല. പറഞ്ഞാൽ അദ്ദേഹത്തെ കയറ്റുമായിരുന്നു, പറഞ്ഞാൽ അദ്ദേഹത്തെ കയറ്റുമായിരുന്നു. കാരണം അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. നരേന്ദ്രദാസ് ദത്ത ആണ്. നരേന്ദ്രദാസ് ദത്തയ്ക്ക് ജാതി പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കയറാം. പക്ഷേ നരേന്ദ്രദാസ് ദത്തയ്ക്ക് ജാതിയുണ്ട്. സ്വാമി വിവേകാനന്ദന് ആ സാധനമില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് കയറാതെ 3 ദിവസമാണ് ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തെ ആൽത്തറയിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നത്. പക്ഷേ ആ സ്വാമിജിയുടെ മുഖമൊക്കെ കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ കണ്ടപ്പോൾ ആളുകൾക്കൊരു സംശയം, ഇതൊരു സാധാരണ സ്വാമിജി അല്ലല്ലോ. അങ്ങനെ അവിടെയുള്ള നാട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചില ചോദ്യങ്ങളൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ, അറിവ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ ഞെട്ടിക്കുന്ന മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ ഈ നാട്ടുരാജാവ് പറഞ്ഞു, എന്നാൽ സ്വാമിജിക്ക് അകത്തേക്ക് കയറാം, എന്നാൽ സ്വാമിജിക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ അകത്തേക്ക് കയറുന്നില്ല. എൻ്റെ ദേവിക്ക് എന്നെ പ്രസാദിക്കാൻ ഞാൻ അകത്തേക്ക് കയറേണ്ട കാര്യമില്ല, എൻ്റെ ദേവിക്ക് പുറത്തേക്ക് വരാൻ അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ നാട്ടിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോയത്. പിന്നെയാണ് ഷിക്കാഗോയിലെ അമേരിക്കയിലെ മതമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനൊക്കെ പോയത്. ആ വാർത്ത പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായത്, 2 ദിവസം ആൽത്തറയിൽ ഇരുത്തിയത്, ജാതി പറഞ്ഞ് 2 ദിവസം ആൽത്തറയിൽ ഇരുത്തിയത് സ്വാമി വിവേകാനന്ദനെ ആയിരുന്നു. അപമാനഭാരം കൊണ്ട് തല താഴ്ത്തേണ്ടി വന്നിട്ടുണ്ടാവും. സ്വാമി നമ്മളെക്കുറിച്ച് അവർക്കൊക്കെ ഭ്രാന്താണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഭ്രാന്തുള്ളവരുടെ ലക്ഷണമാണ് എന്ത് ആളുകളെ ഒഴിവാക്കൽ. ഓരോരോ കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കും. ഒരാളുടെ ബുദ്ധി വലുതാകുന്നതിൻ്റെ ലക്ഷണമാണ് ആളുകളെ അക്കമഡേറ്റ് ചെയ്യൽ. ജാതി, മതം, കക്ഷിഭേദങ്ങൾ, രാഷ്ട്രീയ സംഘടന, ഇതൊന്നുമില്ലാതെ മനുഷ്യനെങ്ങനെ നോക്കിയിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കാനും പുഞ്ചിരിക്കാനും ആർക്കാ പറ്റുക? ബുദ്ധി വികസിക്കുന്നവർക്കാ പറ്റുക. അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെയാണ്. ആ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ആ ഹാളിലിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇൻ അമേരിക്ക എന്നൊക്കെയാണ് പറഞ്ഞത്. അമേരിക്കയിലുള്ള ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് പറഞ്ഞത്. എല്ലാ പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനമാണ് ഇന്ത്യയിൽ നിന്നുള്ള സന്യാസിയോട് പ്രസംഗിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചത്. ആ സന്യാസി ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ആ പോഡിയത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കൊളംബസ് ഹാളിലിരിക്കുന്ന 1200 മനുഷ്യരെ നോക്കിയിട്ട് അദ്ദേഹം വിളിച്ചത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നായിരുന്നില്ല. അദ്ദേഹം വിളിച്ചത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്നായിരുന്നു. ആ 1200 ആളുകൾ എഴുന്നേറ്റ് നിന്ന് 5 മിനിറ്റ് നേരം കൈയടിച്ചു. ആ കൊളംബസ് ഹാളിൽ ഇന്നില്ല, അവിടെ നിന്നില്ല. പക്ഷേ അത് നിന്നിരുന്ന സ്ഥലത്ത് ഇന്നൊരാളുടെ പ്രതിമയുണ്ട്. അതാരാണെന്നറിയോ? അത്രയേറെ ആളുകൾ, 20ലേറെ ആളുകൾ പ്രസംഗിച്ച ഒരു വലിയ സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരേ ഒരാളുടെ പ്രതിമ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ നിന്ന് വന്ന നിഗൂഢമായ മുഖവും വശീകരിക്കുന്ന കണ്ണുകളുമുള്ള ആ സന്യാസിയുടെ സ്റ്റാച്യുവാണ്. നിഗൂഢമായ മുഖവും വശീകരിക്കുന്ന കണ്ണുകളുമുള്ള ആ സുമുഖനായ സന്യാസിയുടെ പ്രതിമയുണ്ട് കൊളംബസ് ഹാൾ നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴും. അവിടെ പോയിട്ട് വിളിച്ചതാണ് സഹോദരീ സഹോദരന്മാരെ. മലയാളികളെ കുറിച്ച് പറഞ്ഞതോ ഭ്രാന്തന്മാരെ. റഹ്മ് എന്ന വാക്കിന് 2 അർത്ഥമുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഒന്നെന്താണ്? ഒന്ന് കാരുണ്യമാണ്, എന്താണ് ഗർഭപാത്രമാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ?